എനിക്കപ്പോൾ നല്ല 8-ൻ്റെ ഒരു പണിയും കിട്ടിയായിരുന്നു. സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു സാറ് ആണ് എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നീക്കിയത്. ഹലോ ഗായ്സ്, വാണ്ടറിങ് ആർട്ടിസ്റ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ കോഴിക്കോട് ഒരു 14 പേരെ കഥകളി സ്ത്രീവേഷം തേപ്പിക്കാൻ പോകുന്ന ഒരു വീഡിയോ ആണ്. അതിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ജൂനിയേഴ്സ് മിഥുനും ഋഷിയും ഉണ്ട്. അപ്പോൾ നമ്മളത് ഇവിടെ നേരെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷൻ പോയി അവിടെ നിന്ന് കോഴിക്കോടേക്ക് 7:50 ട്രെയിൻ ഉണ്ട്, അതിനാണ് പോകുന്നത്. അപ്പോൾ വഴിയെ കാണാം. ഇതിനെ ആ ചെറിയ സ്പാൻഡറും കൂടെ എടുക്ക്. ഇപ്പൊ ശരിയായിട്ട് പിന്നെ ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമ്മക്കിന്ന് പോണ്ടേ? അപ്പോൾ ഗൈസ്, ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ. ഇന്നത്തെ ദിവസം മൊത്തം ഒരു ഹറിബറി ഓട്ടം ചാട്ടം മൊത്തം തിരക്കുടിച്ചൊരു ദിവസമായിരുന്നു. ഇന്ന് അവരെ തേപ്പിച്ചു. 14 വേഷം ഒരുമിച്ച് അരങ്ങത്ത് കയറ്റി. അതിൽ ലാസ്റ്റായപ്പോൾ ഒരു ചേച്ചിക്ക് വയ്യായിരുന്നു, പനിയായിരുന്നു. അപ്പോൾ ആ ചേച്ചിക്ക് വയ്യായിട്ട് സ്റ്റേജിൽ ഷുഗർ കുറഞ്ഞിട്ട് വീഴുണ്ടായി. അങ്ങനെ അതൊക്കെ കുറച്ച് സീനായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് ഞങ്ങളത് തിരിച്ച് ഇവിടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തിയേക്കാണ്. ഇനിയിപ്പോൾ നേരെ ഷൊർണൂർ പോവുക, അവിടെ നിന്ന് തിരിച്ച് തൃപ്പൂണിത്തുറയ്ക്ക്. ഞാൻ നമ്മുടെ കോഴിക്കോടത്തെ തേപ്പിക്കൽ പ്രോഗ്രാം കഴിഞ്ഞിട്ട് തിരിച്ച് നിലമ്പൂർ ടു കോട്ടയം ട്രെയിനാണ് വന്നത്. അപ്പോൾ എവിടെ എത്തിയപ്പോൾ നമ്മുടെ തൃശ്ശൂരൊക്കെ എത്തുന്നതിന് മുന്നേ തന്നെ നല്ല മഴ തുടങ്ങിയിരുന്നു, നല്ല മഴയുണ്ടായിരുന്നു. അങ്ങനെ തൃപ്പൂണിത്തുറയ്ക്ക് എത്തിയപ്പോൾ എൻ്റെ കൂടെ മൊത്തം 4 പേരുണ്ടായിരുന്നു. കയറുമ്പോൾ 2 പേര് ഇറങ്ങി, പിന്നെ 2 പേരായിട്ടാണ് ഞങ്ങൾ വന്നത്. അങ്ങനെ തൃപ്പൂണിത്തുറ വന്ന് ഇറങ്ങിയപ്പോൾ ലൈറ്റായിട്ട് എൻ്റെ ഈ ഷോൾഡർ ബാഗ് ഒന്ന് മിസ്സായിരുന്നു. അപ്പോൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചത്. അപ്പോൾ ലഗേജ് അധികം ഉണ്ടായിരുന്നാലും പെട്ടെന്ന് ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അങ്ങനെ പിന്നെ ഇറങ്ങി അപ്പോൾ തന്നെ എൻ്റെ ഒരു ഫ്രണ്ടിനെ, നിതീഷ് എന്ന് പറഞ്ഞൊരു ഫ്രണ്ടിനെ വിളിച്ചിട്ട് ഞാൻ റെയിൽവേ കണക്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് നിന്ന് നേരെ കോട്ടയം റെയിൽവേ RPF കണക്ട് ചെയ്തു. എനിക്ക് ബാഗ് സേഫായിട്ട് കൈ കിട്ടി. തൃപ്പൂണിത്തുറയിൽ നിന്ന് ഞാൻ കോട്ടയം റെയിൽവേ സ്റ്റേഷൻ വന്ന് ഇവിടെ നമ്മുടെ സുനിൽ കുമാർ എന്ന് പറഞ്ഞൊരു സാറ് ആണ് എൻ്റെ പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം നീക്കിയത്. അപ്പോൾ എന്തായാലും കോട്ടയം RPF എല്ലാ ഉദ്യോഗസ്ഥർക്കും കോട്ടയം RPF-നും എൻ്റെ നന്ദി അറിയിക്കുന്നു. അപ്പോൾ ഈ ഒരു സംഭവത്തോടു കൂടി ഈ വീഡിയോ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ.